സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പോ നിയമം ശിക്ഷ വിധിച്ച പ്രതിക്ക് നിയമലംഘനം നടത്തി ആരാണ് നിയമം നടപ്പാക്കേണ്ടത്? ആ സർക്കാർ നിയമലംഘനം നടത്തി പരോൾ അനുവദിച്ചു. ആർക്കാണ്? സാക്ഷാൽ പാലത്തായി പീഡന കേസ് വീരൻ അധ്യാപകനായ തെണ്ടി പത്മരാജൻ. അതായത് അവര് സ്നേഹമുള്ള RSSകാരും BJPക്കാരും പപ്പം മാഷ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയുള്ള തെണ്ടിപ്പട്ടിക മനുഷ്യനാണ്, അധ്യാപകനാണ്? സാധാരണ ജനങ്ങൾ ചിന്തിച്ചോളണം. അതായത് പ്രായപൂർത്തിയാകാത്ത 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്വന്തം സ്കൂളിലെ വിദ്യാർത്ഥിനിയെ, അതുപോലെ ഒരുപാട് വിദ്യാർത്ഥിനികളെ അവൻ പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവനെല്ലാം അധ്യാപകന്മാരാണ്. കാര്യം RSS BJP സംഘപരിവാറിൽപ്പെട്ട ഏത് തെണ്ടിപ്പട്ടികൾക്കും ആരെ വേണോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് പീഡനമായാലും ശരി, അതിന് കയ്യും കാലും വെട്ടലായാലും ശരി, ഭീഷണിയായാലും ശരി, ജാതീയ വർഗീയ വിദ്വേഷം പരത്തുന്ന പരാമർശങ്ങളായിരുന്നാലും ശരി, നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ പറഞ്ഞാലും ശരി, മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്താലും മതി, അവർക്ക് ഇവിടെ സുഖമായിട്ട് വിരാജിക്കാം. പക്ഷേ വേറൊരു സമുദായക്കാരൻ പാടാൻ പാടില്ല. അപ്പോൾ ഇവിടെ നടക്കുന്ന കേരളത്തില് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്, പിണറായി വിജയന്റെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ഇവിടെ ആകെ സുരക്ഷിതരെന്ന് പറയുന്നത് BJP RSS സംഘപരിവാർ ശക്തികൾക്കാണ്. അവർ സുരക്ഷിതരാണ്, അവർക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. അതായത് പോലീസ് സ്റ്റേഷനിലായിരുന്നാലും ഇനി ഏതെങ്കിലും പ്രകടനങ്ങളിലായിരുന്നാലും അവർക്ക് പോലീസിനെ തെറി വിളിക്കാം, അവർക്ക് ബാക്കിയുള്ള പ്രതിപക്ഷ പാർട്ടികളിലുള്ളവരെ തെറി വിളിക്കാം, ഏത് തെമ്മാടിത്തരവും കാണിക്കാം, അവർക്ക് സുഖമാണ്. അവരാരും അടിക്കില്ല, പോലീസ് അടിക്കില്ല. പോലീസ് ഭരണം എന്ന് പറയുന്നത്, പിണറായിയുടെ പോലീസ് ഭരണം എന്ന് പറയുന്നത് RSS ആണ് നിയന്ത്രിക്കുന്നത്. കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം, അരിയാഹാരം കഴിക്കുന്ന ആർക്കും അറിയാം, കേരളത്തിലെ പോലീസ് ഭരണം എന്ന് പറയുന്നത് RSSന്റെ കയ്യിലാണ്. നമ്മൾ കണ്ടതാണ്. ലോക്സഭാ ഇലക്ഷൻ സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഗുരുവായൂരില് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. RSSകാരനാണ് അവിടെ നിയന്ത്രിക്കുക. RSSകാരനാണ് പറയുന്നത്. നേരത്തെ ശബരിമല പ്രശ്നം ഉണ്ടായപ്പോഴും അത് തന്നെയല്ലോ, RSSകാരനല്ലേ പറയുന്നത്. പോലീസിന് അവിടെ യാതൊരു വിലയുമില്ല. പോലീസിന് വിലയില്ലാതാക്കിയ ഈ പിണറായി വിജയനെ പോലുള്ള അതായത് ഉള്ളിൽ RSS ആണ്, കാക്കി നിക്കറാണ്. അയാളെ മുണ്ടഴിച്ച് നോക്കിയാൽ ചിലപ്പോൾ അറിയാൻ കഴിയും കാക്കി നിക്കറിട്ടിരിക്കുന്നത്. കാര്യം ഇന്ത്യ കണ്ട ഏറ്റവും വൃത്തികെട്ട കമ്മ്യൂണിസ്റ്റുകാരനാണ് നമ്മുടെ പിണറായി വിജയൻ. സ്വന്തം താല്പര്യങ്ങൾ മാത്രമാണ്. ഇന്ത്യയിൽ BJP RSS സംഘപരിവാർ ശക്തികൾ ഭരണം നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ മാത്രമാണ്. വേറെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ആഗ്രഹിക്കില്ല. കമ്മ്യൂണിസത്തിന്റെ പേര് കളഞ്ഞു. കമ്മ്യൂണിസം എന്താണെന്നുള്ളത് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഇല്ലായ്മയത്. അതായത് ഇപ്പോ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയുന്നത് RSSകാരന്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടിയിരിക്കുകയാണ്. അന്തസ്സുള്ള, അഭിമാനമുള്ള ഈ കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്ന കുറെ ആൾക്കാർ മിണ്ടാതിരിക്കുക. നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത്? പിണറായി വിജയനെ നിങ്ങൾ എന്തിനു ഭയക്കണം? എന്തായാലും ശരി, ഭരണമാറ്റം ഉണ്ടായാൽ പിണറായിയെ നിർബന്ധമായിട്ടും പാർട്ടി ശിക്ഷിക്കും, അത് ഉറപ്പാണ്. നിങ്ങൾ കണ്ടോളി, കെട്ടും കിടക്കും എടുത്ത് പിണറായി വിജയൻ രാഖി രാമാനം ഇന്ത്യ വിടും, അത് ഉറപ്പാണ്. ഇല്ലെങ്കിൽ ഇയാൾ അകത്ത് കിടും. അവസാന കാലം പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും കേസുകൾ ഒരുപാടുണ്ട്. അത് തൽക്കാലം ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഏതെല്ലാം രീതിയിൽ RSS സംഘപരിവാറിന് ഉപയോഗിക്കാനൊക്കുമോ ആ രീതിയിലെല്ലാം ഇവരെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ശരി, ഈ 75 ദിവസമേ ആയുള്ളൂ ഇയാൾക്ക് ശിക്ഷ വിധിച്ചിട്ട്. ആർക്ക്? പപ്പം മാഷിന്. അതായത് പോക്സോ കേസ്, ബാലിക, അതായത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പീഡിപ്പിച്ച, ലൈംഗികമായി പീഡിപ്പിച്ച, ഒന്നും രണ്ടും ഒന്നുമല്ല, ഒരുപാട് പിള്ളേരുണ്ട്. പക്ഷെ ആരും വെളിയിൽ പറയാത്ത നാണക്കേടും മാനക്കേടും കരുതിയാണ്. ഇത് പിന്നെ ഒരു പിതാവില്ലാത്ത കുട്ടിയായതുകൊണ്ടും പിന്നെ പലരുമായിട്ട് ഇങ്ങനെ വേറൊരു രീതിയിൽ സ്വന്തം വീട്ടിൽ നിന്ന് വേറൊരു ബന്ധു വീട്ടിൽ പോയപ്പോഴോ അവിടെയുള്ള കുട്ടികളോടുത്ത് പറഞ്ഞാണ് ഇത് പുറത്തായത്. ഇല്ലെങ്കിൽ ഇതും പുറത്തറിയില്ല. എന്തായാലും ശരി, ഈ പീഡനം നടന്നു, ഇവനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് എല്ലാ രീതിയിലും കംപ്ലൈന്റ് ചെയ്തിട്ട് പോലും പിണറായിയുടെ പോലീസ് അനങ്ങിയില്ല. പ്രക്ഷോഭം നടത്തേണ്ടി വന്നു. അവസാനം
പോലീസ് കേസെടുക്കേണ്ടി വന്നു അവസാനം കോടതി പോയതിനു ശേഷം. അപ്പൊ അങ്ങനെയാണ്, അതായത് RSSകാരന് എന്തും ഏതും ചെയ്യാം, ഒരു പ്രശ്നവും ഇവിടെ ഇല്ല എന്ന് വ്യക്തമാക്കുന്ന ഏറ്റവും ചെറിയ ഉദാഹരണമാണിത്. അപ്പൊ അവർക്ക് ഏത് രീതിയിലും അവർക്ക് കോടതിയിൽ പോയാലും ശരി, ജയിലിൽ പോയാൽ 75 ദിവസത്തിനകം അവന് 2 പ്രാവശ്യമാണ് പരോൾ അനുവദിച്ചത്. ആദ്യത്തെ ഷേക്ക് പരോൾ, അവന്റെ സഹോദരി മരിച്ചു, പോണം, ശരി, 3 ദിവസത്തെ പരോൾ. അത് പിണറായി വിജയൻ നേരിട്ടിടപെട്ടാണ്. പറയും ജയിൽ സൂപ്രണ്ട് കൊടുത്താണെന്ന്. ആര് കൊടുത്താലും ശരി, ആരെങ്കിലും ഇടപെടാതെ മോളിൽ നിന്നുള്ള ഇതില്ലാതെ ഇങ്ങനെ ഒരു പീഡന കേസ് പ്രതിക്ക്, പോക്സോ കേസിലെ പ്രതിക്ക് യാതൊരു കാരണവശാലും ഈ പരോൾ അനുവദിക്കുന്നതല്ല. നിയമങ്ങളെ ലംഘിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. നിയമം ലംഘിച്ചുകൊണ്ടാണ്. എവന്റെ ശിക്ഷ എന്ന് പറയുന്നത് മരണം വരെ ജീവപര്യന്തമാണ്. ഒരു പക്ഷേ മരണം വരെ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട വളരെ അപൂർവം ഈ കുറ്റവാളികളിൽ ഒരാളാണ് ഈ പത്മരാജൻ എന്ന് പറയുന്ന തെണ്ടിയായ ഈ അധ്യാപകൻ. ഇവിടെ എന്ത് ധർമ്മം, ഇവിടെ എന്ത് നീതി? ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ധർമ്മം എന്ത്, നീതി എന്ത്, സത്യം എന്ത്? അല്ലെങ്കിൽ ധർമ്മവും നീതിയും സത്യവും നടപ്പാക്കണമെന്ന് അവർക്ക് യാതൊരു താല്പര്യമില്ല. കസേര ഉറപ്പിക്കുക, കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുക, അധികാരത്തിന്റെ മുഷ്ക് ഉപയോഗിച്ച് ബാക്കിയുള്ള എതിർക്കുന്നവരെ അടിച്ചമർത്തുക, ഭീഷണിപ്പെടുത്തുക, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറെ കാട്ടി ഭീഷണിപ്പെടുത്തുക, അല്ലെങ്കിൽ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ കാട്ടി അവരെ വരുതിയിലാക്കുക. അപ്പൊ എന്ത് ചെറ്റത്തരവും കാണിക്കുന്ന കേന്ദ്ര സർക്കാരും കേരള സർക്കാരുമാണ് ഈ രാജ്യം ഭരിക്കുന്നത്. അപ്പൊ ഇതിനെതിരെ ശക്തമായ പ്രതിരോധം ഞങ്ങൾ പടുത്തുയർത്തണം. അതിനുവേണ്ടി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. രാജ്യത്തെ നിയമവ്യവസ്ഥയെയും കോടതി വിധികളെയും കാറ്റിൽ പറത്തി കൊണ്ട് തന്നെയാണ് ഈ ജാമ്യം CPM എന്ന, അതായത് BJP ആണിപ്പോ. CPM എന്ന് പറഞ്ഞാൽ BJP ആണ്, BJP എന്നാൽ CPM ആണ്. കാരണം ഈ നമ്മുടെ പുതിയ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ എന്താണ് പറഞ്ഞത്? UDF ജയിക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും മണ്ഡലങ്ങൾ വന്നാൽ നിങ്ങൾ അപ്പോ CPM-ന് വോട്ട് കൊടുക്കണം, BJPക്ക് വോട്ട് കൊടുക്കണ്ട. അവർ ഒരു പക്ഷേ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തില്ല. അപ്പോ അങ്ങനെയാണ് അവരുടെ ഡീല്. അപ്പോ എന്തായാലും ശരി, ഇനി തള്ള ചത്താലും വേണ്ടില്ല, തള്ള ചത്താലും വേണ്ടല്ല, മരുമോളെ ദുഃഖം കാണണമെന്നാണ്. അപ്പൊ മരുമോളെ പീഡിപ്പിക്കണമെന്നാണ്. അങ്ങനെയാണ് ഇപ്പൊ ഇവിടുത്തെ നിയമം കൊണ്ടുപോകുന്നത്. എന്തായാലും ശരി, CPM BJP RSS രഹസ്യബന്ധം ഇപ്പൊ മറന്നീക്കി പരസ്യ ബന്ധത്തിൽ ഏർപ്പെട്ടതിന്റെ ഏറ്റവും വലിയ തെളിവാണ്, ഏറ്റവും ചെറിയ തെളിവാണ് ഈ ഡീൽ. അവർ തമ്മിലുള്ള ഡീല് അങ്ങനെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പരാജയം മുന്നിൽ കണ്ടുള്ള CPM-ന്റെ അവസാനത്തെ തീക്കളിയാണ് ഈ കളി കളിക്കുന്നത്. എന്തായാലും ശരി, നിയമം ശിക്ഷ വിധിച്ച പ്രതിക്ക്, അതായത് മരണം വരെ ജീവപര്യന്തം വിധിച്ച പ്രതിക്ക് എല്ലാ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് പരോൾ അനുവദിച്ച സർക്കാർ ഇതിന് മറുപടി പറഞ്ഞാലേ ഒക്കെയുള്ളൂ. പിണറായി വിജയന്റെ അവസാന കാലം ജയിലാണ്, അത് ഉറപ്പാണ്. പിണറായി വിജയന് വരാനിരിക്കുന്ന കാര്യങ്ങൾ ഓർത്ത് പാർട്ടിക്കാർ തന്നെ ഇപ്പൊ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, പിണറായി വിജയന്റെ കാര്യം പോക്കാണെന്ന്. എന്തായാലും ശരി, നിങ്ങൾ കുറച്ച് ദിവസം മുമ്പ് കേട്ടതാണ്, നടി ശില്പ ഷെട്ടി, ഹിന്ദി നടി ശില്പ ഷെട്ടി, എല്ലാവരും അറിയുന്നവരാണ്. RSSന്റെ 100ാം വാർഷികം, ചരമവാർഷികമാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ RSSനെ നിരോധിച്ച ഒരു രാജ്യമാണ് ഇന്ത്യ. പല പ്രാവശ്യം നിരോധിച്ചിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചിട്ടുണ്ട്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമി, അതായത് UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമിയാണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത്. അതായത് CPM അധികാരത്തിൽ വന്നാൽ RSS സംഘപരിവാർ ശക്തികളാണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നതെന്ന് പറയുന്നു UDF-കാരും ബാക്കിയുള്ള പ്രതിപക്ഷ പാർട്ടികളും പറയുന്നു. അതിന് ബദലായിട്ടാണ് അവർ പറയുന്നത് UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം കൈകാര്യം ചെയ്യും. ജമാഅത്തെ ഇസ്ലാമിക്ക് കേരളത്തിൽ എന്താണ് പേര്? എത്ര വോട്ടുണ്ട്? അവർക്ക് ഇന്ന് വരെ ഏതെങ്കിലും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പില അല്ലെങ്കിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പില എന്തെങ്കിലും ഒരു ശക്തിയാവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു സീറ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ടോ ഇന്ത്യൻ പാർലമെന്റില? ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടില്ല. അപ്പൊ ചുമ്മാ വെറുതെയെങ്കിലും പറഞ്ഞ് ജനങ്ങളെ ഭയവിഹ്വലരാക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ നടന്ന ഏതെങ്കിലും ഒരു കൊലപാതകത്തിലോ ഏതെങ്കിലും ഒരു തലവെട്ട്, കൈവെട്ട്, കാലുവെട്ട് കേസിലോ പ്രതിയാണോ? അവരുടെ പേരിൽ അങ്ങനെ ഒരു കേസുണ്ടോ? ഇല്ല.
അവരെന്ന് പറയുന്ന ഭീകര പാർട്ടിയല്ല. ഈ ഭീകര പാർട്ടി എന്ന് പറയുന്ന, ഇന്ത്യയിലെ ഭീകര പാർട്ടി എന്ന് പറയുന്നത് സംഘപരിവാർ ശക്തികളാ. അതായത് ബജ്റംഗ് ദളായിരുന്നാലും ശരി, ഹിന്ദു സേനയായിരുന്നാലും ശരി, ശ്രീരാമ സേനയായിരുന്നാലും ശരി, അങ്ങനെ ഒരുപാട് സേനകൾ അവർക്കുണ്ട്. അപ്പൊ ഇവരാണ് ശരിയായ ഈ ഭീകര പാർട്ടികൾ. അപ്പോൾ അവരെന്ന് പറയുന്നത് അവർക്ക് രജിസ്ട്രേഷൻ വേണ്ട. അവരെല്ലാം കൂടെ ചേർന്ന് സപ്പോർട്ട് ചെയ്ത്, പാർട്ടി എന്താണ്? BJP, ഭാരതീയ ജനതാ പാർട്ടി. ഒരു വർഗീയതയില്ല. എന്തായാലും ശരി, ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനല്ലാതെ ഇതുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. എന്തായാലും ശരി, ശില്പാ ഷെട്ടി മാത്രമല്ല, സൽമാൻ ഖാനും പിന്നെ 100ാം വാർഷികം, RSSന്റെ 100ാം ചരമവാർഷികം എന്നേ ഞാൻ പറയുള്ളൂ, അതിൽ പങ്കെടുത്തു. എന്തുകൊണ്ടാണ് ശില്പാ ഷെട്ടി പിന്നെ 100ാം വാർഷികത്തിൽ പങ്കെടുത്തതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ശില്പാ ഷെട്ടിയുടെ ഭർത്താവായ രാജ് കുന്ദ എന്ന് പറയുന്നതാണ് ശില്പാ ഷെട്ടിയുടെ ഭർത്താവ്. അപ്പോൾ അവൻ കഴിഞ്ഞ 2 മാസത്തിലേറെയായി ജയിലിലാണ്. എന്തിനാണ് ജയിലിലായത്? കോടികളുടെ തട്ടിപ്പ് നടത്തിയ ബിറ്റ്കോയിൻ, അറിയാമല്ലോ എല്ലാവർക്കും. ബിറ്റ്കോയിൻ തട്ടിപ്പ്, കോടികൾ, 100 കണക്കിന് കോടികളുടെ തട്ടിപ്പ് നടത്തി അവൻ ജയിലിലാണ്. അപ്പോൾ ആ ജയിലിൽ നിന്ന് ജാമ്യം അവന് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ RSSന്റെ 100ാം വാർഷികത്തിൽ പങ്കെടുത്തുകൊണ്ട് മോഹൻ ഭഗവത്തിനെ അങ്ങ് പൊക്കി. എത്രത്തോളം പൊക്കാനൊക്കെ പൊക്കി ശില്പാ ഷെട്ടി അങ്ങ് സംസാരിച്ച് ഉയർത്തി അങ്ങ് പൊക്കിക്കൊണ്ടുപോയി പുകഴ്ത്തുകയാണ്. എന്തായാലും ശരി, ഫെബ്രുവരി 20ാം തീയതി രാജ് കുന്ദയ്ക്ക് ജാമ്യം കിട്ടി. അപ്പൊ ഇതാണ്, എന്തും ചെയ്യാം, എന്തും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ RSS സംഘപരിവാർ ശക്തിയുടെ ഒരു ഭാഗമാകണം, അല്ലെങ്കിൽ നിങ്ങൾ അവരെ എതിർക്കാതിരിക്കണം, അല്ലെങ്കിൽ അവരെ ഭയപ്പെട്ട് അങ്ങനെ കഴിയണം. എന്നാൽ നിങ്ങൾക്ക് എല്ലാം കിട്ടും, യാതൊരു പ്രശ്നമില്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഈ രാജ്യത്ത് എന്ത് വേണമെങ്കിലും ചെയ്യാം. രാജ്യദ്രോഹ പ്രവർത്തനം നടത്താം, ഇവിടെയുള്ള പിന്നെ രാഷ്ട്രപിതാവിനെ വെടിവെച്ച് കൊല്ലാം, യാതൊരു പ്രശ്നങ്ങളുമില്ല. നിങ്ങളെ അവർ സംരക്ഷിച്ചോളും. ഏത് കുട്ടിയെയും, ഏത് പ്രായപൂർത്തിയായ ആണായാലും പെണ്ണായാലും നിങ്ങൾക്ക് പീഡിപ്പിക്കാം. ക്ഷേത്രത്തിന് അകത്ത് കൊണ്ടുപോയി വേണമെങ്കിലും നിങ്ങൾക്ക് ബലാത്സംഗം ചെയ്യാം. പക്ഷെ നിങ്ങൾ RSS സംഘപരിവാർ ശക്തിയുടെ ഏതെങ്കിലും ഒരു മെമ്പർ ആയിരിക്കുന്നാൽ മാത്രം മതി. എന്തായാലും ശരി, ജാമ്യം കിട്ടി, രാജ് കുന്ദ വെളിയിലിറങ്ങി. അപ്പൊ ശില്പാ ഷെട്ടിക്ക് സമാധാനമായി. ഇനി സൽമാൻ ഖാന്റെ കാര്യം നമുക്ക് അറിഞ്ഞൂടാ എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഏത് രീതിയിലും ആളുകളെ ഭീഷണിപ്പെടുത്തി ഒന്നുകിൽ അവരുടെ വശത്താക്കുക, അല്ലെങ്കിൽ അവരെ നിശബ്ദരാക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ജീവിക്കാൻ ഇന്ത്യയിൽ, അതായത് 2 തരം പൗരന്മാരാണ് BJPക്കാർ അല്ലാത്ത എല്ലാ വ്യക്തികളും. ആർക്കും ഇവിടെ ജീവിക്കാൻ കഴിയില്ല. ഒന്നുകിൽ അവരുടെ സൈഡ്, അല്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരുന്നോള, അവരെ എതിർക്കരുത്. എതിർക്കാതിരുന്നാൽ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാം, അല്ലെങ്കിൽ ജീവിക്കാം. എന്തായാലും ശരി, ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാവും. എന്നെയും നിങ്ങളെയൊക്കെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവുണ്ട്. ആ സൃഷ്ടികർത്താവ് ഇതെല്ലാം കാണുന്നുണ്ട്. കുറെ പേരെ എല്ലാ കാലത്തേക്കും, എല്ലാവരെയും കുറെ കാലത്തേക്കും പറ്റിക്കാമെങ്കിലും വഞ്ചിക്കാമെങ്കിലും എല്ലാവരെയും എല്ലാ കാലത്തേക്കും അങ്ങനെ വഞ്ചിക്കാനോ പറ്റിക്കാനോ കഴിയില്ല, വിഡ്ഢികളാക്കാൻ കഴിയില്ല. നിങ്ങളത് മനസ്സിലാക്കണം. മനുഷ്യരെ ചാണകം തീറ്റിച്ചും മൂത്രം കുടിപ്പിച്ചും അവരുടെ ബുദ്ധിയും അവരുടെ ശക്തിയും അവരുടെ ചിന്താഗതികളെയും ഇവർ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുകയാണ്. ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കഴിയാത്ത ഒരവസ്ഥയിൽ മനുഷ്യനെ എത്തിച്ച് ഈ രാജ്യത്ത് കട്ടുമുടിച്ച് 2 ഗുജറാത്തികൾക്കായിട്ട് വിറ്റ് ആ പണവും പോക്കറ്റിലിട്ട് നടക്കുന്ന മോദി അമിത്ഷാ കൂട്ടുകെട്ടിന് ഏത് രീതിയിലായാലും തകർത്തെറിയണമെന്നാണ് എനിക്ക് ഇന്ത്യയിലുള്ള, കേരളത്തിലുള്ള ജനാധിപത്യ മതേതരത്വ സോഷ്യലിസ്റ്റ് ചിന്താഗതിയുള്ള എല്ലാ ജനങ്ങളോടും പറയാനുള്ളത്. നിങ്ങൾ രാഷ്ട്രീയം മാറ്റിവെക്കുക. നിങ്ങൾ ഇവരെ ഒറ്റപ്പെടുത്തണം. ഇവരെന്ന് പറയുന്ന സമൂഹത്തിലെ ക്യാൻസറാണ്. ഇവർ പാവപ്പെട്ട ഹിന്ദുവിനെ സ്നേഹിക്കുന്നില്ല, പാവപ്പെട്ട മുസ്ലിമിനെ സ്നേഹിക്കുന്നില്ല, പാവപ്പെട്ട ക്രിസ്ത്യാനിയെ സ്നേഹിക്കുന്നില്ല, പാവപ്പെട്ട ദളിതനെ സ്നേഹിക്കുന്നില്ല. ഇവർ മനുഷ്യരെ സ്നേഹിക്കുന്നില്ല. ഇവർ മൃഗങ്ങളാണ്. ഇവർ അവരുടെ താല്പര്യങ്ങളാണ്. ഇവർ ബ്രാഹ്മണ്യം തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള പുറപ്പാടിലാണ്. ഭർത്താവ് മരിച്ചാൽ ചിതയിൽ ചാടി ആ സ്ത്രീ ചാകണം, അല്ലെങ്കിൽ മരിക്കണം, അല്ലെങ്കിൽ ആത്മാഹുതി ചെയ്യണം എന്നുള്ള വ്യവസ്ഥ കൊണ്ടുവരാനും, ബ്രാഹ്മണന്മാർ നടന്നു പോകുമ്പോൾ അതിൽ നിന്ന് 7 അയലത്തോട്ട് അവരുടെ കൺമുമ്പിൽ പോകാതെ അവർ മാറി നിന്നോളണം എന്നുള്ള വ്യവസ്ഥകൾ തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രവൃത്തിയിലാണ്. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായി നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് നേടിയ ആ സ്വാതന്ത്ര്യം നമ്മൾ ഇവർക്ക് പണയം വയ്ക്കാനായിട്ട് നിങ്ങൾ കൊടുക്കരുത്. നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഇങ്ങനെയുള്ള സമൂഹത്തിലെ ക്യാൻസറിനെ തൂത്തെറിയാൻ വേണ്ടി
പടപൊരുതണമെന്നും ഒന്നിച്ച് അണിനിരക്കണമെന്നുമാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ജയ് ഹിന്ദ്, ജയ് ഭാരത്.